ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു F2 മീഡിയ. ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ബേസിക്കായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഡോബി ഇല്ലസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ പാർട്ട് 11 വരുന്ന കുറച്ച് പോർഷൻസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലസ്ട്രേറ്ററിൽ നമ്മൾ ചെയ്യുന്നൊരു വർക്ക് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിൽ വരുന്ന ഫോർമാറ്റ്സുകളും അതുപോലെ തന്നെ നമ്മൾ മറ്റേതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലേക്കോ അതല്ലെങ്കിൽ ഒരു ഇമേജ് ഫോർമാറ്റിലേക്കോ ഒരു ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആ എക്സ്പോർട്ടിംഗ് ഓപ്ഷനിൽ വരുന്ന ഫോർമാറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല, നമ്മളെ ചാനൽ സ്ഥിരമായി കാണുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇതുമായി ബന്ധപ്പെട്ട് പല ഡൗട്ട്സുകളും പലപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ തന്നെ. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യുന്നത്. മാത്രമല്ല, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് അറിയുന്ന നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിലൊന്നും സേവിങ് ഓപ്ഷനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. സാധാരണ എല്ലാ സോഫ്റ്റ്വെയറിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഫയൽ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, അതല്ലെങ്കിൽ സേവാസ് കാണാം. പക്ഷേ ഇല്ലസ്ട്രേറ്ററിൽ അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയൽ ഫോർമാറ്റുകളെക്കുറിച്ചും അതിൽ വരുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ വേറൊരു പാർട്ടിലേക്ക് വേണ്ടി മാറ്റിവെച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഡ്രോയിങ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഇല്ലസ്ട്രേറ്ററിൽ ഡ്രോ ചെയ്ത ഒരു വെക്ടർ ഫോർമാറ്റിലുള്ള ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ എങ്ങനെ സേവ് ചെയ്യാം, സേവ് ചെയ്യുമ്പോഴുള്ള ഫയൽ ഫോർമാറ്റ്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ എക്സ്പോർട്ടിംഗ് മെത്തേഡ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫയലിൽ വന്ന് സേവാസ് എടുത്തു. Ctrl+Shift+S ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഓപ്ഷനാണ് സേവാസ് എന്നുള്ളത്. സേവാസ് എടുക്കുമ്പോൾ തന്നെ സേവ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് പാത്ത് കാണിച്ചു കൊടുക്കുക, എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ തൽക്കാലം ഇവിടെ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ്. സാധാരണ നിങ്ങൾ മറ്റ് ബേസിക് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഓപ്ഷനാണ് ഇവിടെ ഫയൽ നെയിം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പേര് കൊടുക്കുക. ഞാൻ തൽക്കാലം AI എന്ന് പറഞ്ഞ് ഇവിടെ AI ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കൊടുത്തു, AI ഡ്രോയിങ്സ്. പേര് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ കാണുന്നത് സേവാസ് ടൈപ്പാണ്, അതായത് ഏത് ടൈപ്പിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. നോർമലി നമ്മൾ AI ഫോർമാറ്റിൽ, അതായത് അഡോബി ഇല്ലസ്ട്രേറ്ററിൻ്റെ സോഴ്സ് ഫോർമാറ്റിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഇനി അതല്ല, AI ഫോർമാറ്റിലല്ല വേണ്ടത്, നമുക്ക് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കുറേ ഫോർമാറ്റുകൾ കാണാൻ കഴിയും. അഡോബി ഇല്ലസ്ട്രേറ്റർ .AIൻ്റെ താഴെ തന്നെ അഡോബ് PDF, അഡോബ് EPS, അതുപോലെ ഇല്ലസ്ട്രേറ്റർ ടെംപ്ലേറ്റ്, SVG എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സോഴ്സ് ഫോർമാറ്റ് എന്ന് പറയുന്ന AI ഫോർമാറ്റ് ശരിക്കും ഇല്ലസ്ട്രേറ്റർ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. ഇല്ലസ്ട്രേറ്ററിൻ്റെ സോഴ്സ് ഫയലാണിത്. പക്ഷേ നമ്മൾ ഇല്ലസ്ട്രേറ്റർ ഫയലിനെ ഒരു PDF ആയിട്ട് മാറ്റുമ്പോൾ, PDF ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കാം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് ഫോർമാറ്റിലാണ്. വെബിലൊക്കെ പല ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ PDF ഫോർമാറ്റാണ് ചോദിക്കുക. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ PDF ആയിട്ടാണ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ PDF സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം PDFൽ വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഞാനിവിടെ PDF സെലക്ട് ചെയ്തു, ദെൻ സേവ് കൊടുത്തു. സേവ് കൊടുത്തു കഴിഞ്ഞു. PDFൻ്റെ ഓപ്ഷൻ ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്നത് അഡോബ് PDF പ്രീസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇല്ലസ്ട്രേറ്റർ ഡീഫാൾട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നോർമലി അതന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യാറും. അതിനുശേഷം നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ പ്രിസർവ് ഇല്ലസ്ട്രേറ്റർ എഡിറ്റിംഗ് ക്യാപ്പബിലിറ്റീസ് എന്ന് കാണാം. അതായത് നമ്മളിപ്പോൾ PDF ആയിട്ട് സേവ് ചെയ്യുന്ന ഈ ഒരു ഫയലിനെ നമുക്ക് വീണ്ടും എഡിറ്റബിൾ ഫോർമാറ്റിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, എഡിറ്റബിൾ പർപ്പസിനല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തതിന് ശേഷം താഴെ വന്നിട്ട് സേവ് PDF കൊടുക്കുക. ഇനി നമുക്ക് ആ സേവ് ചെയ്ത ഫയൽ PDF ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇല്ലസ്ട്രേറ്റർ മിനിമൈസ് ചെയ്തു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ കാണാൻ സാധിക്കും, AI ഡ്രോയിങ്സ് പറഞ്ഞിട്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് PDF ആയിട്ട് ഓപ്പൺ ചെയ്യണം. സോ ഇതാണ് PDF ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, PDFന് ശേഷം നെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത് ഇല്ലസ്ട്രേറ്റർ EPS എന്നുള്ള ഫോർമാറ്റാണ്, .EPS. EPS എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും AI അല്ലെങ്കിൽ PDF പോലെയൊക്കെ തന്നെ വരുന്ന അതേ ഫയൽ ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു EPS ഫോർമാറ്റ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലസ്ട്രേറ്ററിനെ കൂടാതെ തന്നെ മറ്റ് ചില വെക്ടർ സോഫ്റ്റ്വെയർ, അതായത് കോറൽ ഡ്രോ പോലത്തെ സോഫ്റ്റ്വെയറുകളിലൊക്കെ നമുക്ക് ഇല്ലസ്ട്രേറ്റർ ചെയ്ത ഒരു വർക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അധികവും ഈ EPS ഫോർമാറ്റൊക്കെയാണ് ചൂസ് ചെയ്യുക. കാരണം മറ്റ് സോഫ്റ്റ്വെയറിലൊക്കെ കോമൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെക്ടർ ഫോർമാറ്റാണ് EPS. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇല്ലസ്ട്രേറ്റർ ചെയ്തൊരു ഫയൽ പ്രിൻ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പല പ്രിൻറ്റിംഗ് പ്രസ്സിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത്
അവർ പറയും ഇത് ഇവിടെ ഇല്ലസ്ട്രേറ്റർ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇല്ലസ്ട്രേറ്റർ ഉപയോഗിക്കുന്നില്ല, കോറൽ ഡ്രോ ഒക്കെയാണ്, അപ്പോൾ നിങ്ങളിത് EPS ആക്കിയിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ EPS ഫോർമാറ്റിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന മറ്റേതെങ്കിലും ഒരു വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ അത് ഓപ്പൺ ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ .EPS എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. EPSൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എൻക്യാപ്സുലേറ്റഡ് പോസ്റ്റ് സ്ക്രിപ്റ്റ് എന്നാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ എക്സ്പാൻഷനൊക്കെ അത്യാവശ്യം നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ മുമ്പത്തെ പാർട്ടിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫയൽ ഫോർമാറ്റിൻ്റെ എക്സ്പാൻഷനൊക്കെ. കാരണം നമ്മളൊരു ഫ്രഷറായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അവയർനെസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഫയൽ ഫോർമാറ്റിൻ്റെ എക്സ്പാൻഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് SVG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇത് കോമൺ ആയിട്ട് അങ്ങനെ ഒരു ഗ്രാഫിക് പർപ്പസ് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. SVG മെയിനായിട്ട് ഒരു വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. വെബിലൂടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ഫയൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് SVG എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി. കുറച്ചും കൂടി ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ അഡ്വാൻസ് ലെവലിലേക്കും അതല്ലെങ്കിൽ വെബ് ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ SVG ഫോർമാറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അറിയും. ഇപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് PDF ഫോർമാറ്റും അതുപോലെ തന്നെ EPS ഫോർമാറ്റിനെ കുറിച്ചൊക്കെയാണ്. കാരണം ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള വെക്ടർ ബേസ്ഡ് വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഫോർമാറ്റുകളാണ്, ഒന്ന് PDF-ഉം മറ്റൊന്ന് EPS-ഉം. നെക്സ്റ്റ് ഇതിൻ്റെ സോഴ്സ് ഫോർമാറ്റ് ആയിട്ടുള്ള .ai ഫോർമാറ്റിൽ തന്നെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൽ സേവ് കൊടുത്തു അഡോബ് ഇല്ലസ്ട്രേറ്റർ ഫോർമാറ്റിൽ തന്നെ. ഇപ്പോൾ ഇവിടെ നമുക്ക് വേർഷൻസ് കാണാം. അതായത് ഇല്ലസ്ട്രേറ്റർ CC ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വേർഷൻസ്. ഒരു പക്ഷേ നിങ്ങൾ ലോവസ്റ്റ് വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വേർഷനായിരിക്കും ഇവിടെ കാണിക്കുക. സപ്പോസ് ഇപ്പോൾ CS6 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ CS6 ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രൊഫഷണലായിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലേറ്റസ്റ്റ് വേർഷനിലാണ് ഒരു വർക്ക് ചെയ്തതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരാൾക്ക് അത് അയച്ചു കൊടുക്കുകയാണ്, ഒരു ക്ലയൻറ്റിനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കൊക്കെ നമ്മൾ ചെയ്ത വർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വേർഷൻ ആയിരിക്കില്ല അവിടെ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ അതിനേക്കാളും ലോവസ്റ്റ് വേർഷനാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഈ പുതിയ വേർഷൻസ്, അതായത് CC കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ലേറ്റസ്റ്റ് വേർഷനിലാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ വേർഷനിൽ ചിലപ്പോൾ ആ വർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ലോവസ്റ്റ് വേർഷനിലേക്ക് നമ്മൾ മാറ്റി സേവ് ചെയ്യാം. കാരണം ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം ഇതുപോലെ വേർഷൻസ് ചേഞ്ച് ആയിക്കൊണ്ട് പലപ്പോഴും ഫയൽസ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രശ്നം പലരും ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു വർക്ക് വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റം തന്നെ ഒന്ന് ഇല്ലസ്ട്രേറ്റർ ഒന്ന് മാറ്റി പഴയ വേർഷനിലേക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മുൻപ് ചെയ്ത പുതിയ വേർഷനിൽ ചെയ്ത വർക്കുകൾ സപ്പോർട്ട് ചെയ്യാണ്ടൊക്കെ വരും. അപ്പോൾ ഇനി അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്, കാരണം അത് ആ വേർഷനിൽ വരുന്ന ഒരു ചേഞ്ചസ് ആണ്. സോ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോവസ്റ്റ് വേർഷനിൽ ഇങ്ങനെ മാറ്റി സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫയൽസിൽ എക്സ്പോർട്ടിംഗ് ഓപ്ഷനിലേക്കാണ്. ഇത് ഇല്ലസ്ട്രേറ്ററിൽ ചെയ്ത ഒരു വർക്ക് വെക്ടർ ഫോർമാറ്റിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ എക്സാമ്പിൾ ഇമേജ് ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് എടുത്തതിന് ശേഷം എക്സ്പോർട്ട് ആസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ സേവാസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വിൻഡോ ആണ് അപ്പിയർ ആയിട്ട് വരിക. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫയൽ നെയിം എല്ലാം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സേവാസ് ടൈപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ വ്യത്യസ്തമായിട്ടുള്ള ഫോർമാറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഓട്ടോകാഡ് ഡ്രോയിങ് ആണ്, അതായത് .dwg എന്നുള്ള ഫോർമാറ്റ്. ഇപ്പോൾ ഓട്ടോകാഡൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും DWG ഫോർമാറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോർമാറ്റിലേക്ക് വേണ്ടി ഇല്ലസ്ട്രേറ്ററിൽ ചെയ്ത ഒരു വർക്കിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓട്ടോകാഡൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ അറിയാൻ സാധിക്കും ചില കാര്യങ്ങൾ, അതായത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനെ പോലത്തെ ചില കാര്യങ്ങൾക്കൊക്കെ ഓട്ടോകാഡിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. മെയിനായിട്ട് ടെക്നിക്കൽ പർപ്പസിനാണ് ഓട്ടോകാഡ് ഉപയോഗിക്കുന്നത്, ഇല്ലസ്ട്രേറ്റർ പോലത്തെ ഒരു ഡ്രോയിങ് സോഫ്റ്റ്വെയർ അല്ല. പക്ഷേ ഓട്ടോകാഡിൽ നമ്മൾ ഈസി ആയിട്ട് ഡ്രോയിങ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇല്ലസ്ട്രേറ്റർ ഉപയോഗിച്ച് നമ്മൾ വരച്ചെടുത്തിട്ട് ഓട്ടോകാഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഓട്ടോകാഡ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഫോർമാറ്റും ഉണ്ട് .dxf. ഇതും ഇല്ലസ്ട്രേറ്ററിൽ നമ്മൾ ഡ്രോ ചെയ്ത് ഓട്ടോകാഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് .dxf. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ള എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഓട്ടോകാഡ് പോലത്തെ സോഫ്റ്റ്വെയറൊക്കെ അറിയുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന ഫോർമാറ്റുകളാണ് ഈ പറയുന്ന .dwg ഫോർമാറ്റും അതുപോലെ .dxf ഫോർമാറ്റെല്ലാം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് JPG. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ഫോർമാറ്റാണ് JPEG അല്ലെങ്കിൽ .jpg. പല സ്റ്റുഡൻസും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ചോദിച്ചതാണ്, സാർ എങ്ങനെയാണ് ഒരു ഇമേജായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് JPG അല്ലെങ്കിൽ JPEG എന്നുള്ള ഈ ഒരു ഫോർമാറ്റ്.
ജോയിൻ ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷൻ. അതിനെ JPEG എന്നും പറയാറുണ്ട്, JPG എന്നും പറയാറുണ്ട്. ഇമേജ് ആയിട്ട് ഔട്ട് എടുക്കുന്ന ഒരു നോർമൽ ഫോർമാറ്റാണ് JPG. അത് കമ്പ്യൂട്ടറിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിലും അത് JPEG ഫോർമാറ്റിലായിരിക്കും അതിൻ്റെ ഔട്ട് വരിക. ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ JPEG ഫോർമാറ്റിൽ ഒന്ന് ഔട്ട് എടുത്ത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ JPEG ഫോർമാറ്റ് സെലക്ട് ചെയ്ത് തൊട്ട് താഴെ തന്നെ യൂസ് ആർട്ട് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. യൂസ് ആർട്ട് ബോർഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർട്ട് ബോർഡിൻ്റെ പുറത്ത്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു ആർട്ട് ബോർഡിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണോ വേണ്ടയോ എന്നാണ് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർട്ട് ബോർഡിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റുകൾ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതിവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. പലരും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആർട്ട് ബോർഡിൻ്റെ പുറത്ത് ഉള്ള പല ഒബ്ജക്റ്റുകളും കാണുന്നുണ്ട് ഔട്ട്പുട്ടിൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ആർട്ട് ബോർഡ് ടിക്ക് ഓൺ ചെയ്യാം. ടിക്ക് ഓൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കാണുന്നത് ഓള് അതുപോലെ റേഞ്ച്, 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഓളാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇതും ആർട്ട് ബോർഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആർട്ട് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ റേഞ്ച് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ എനിക്ക് 3ാമത്തെ ആർട്ട് ബോർഡ് മാത്രം മതിയെങ്കിൽ ഇവിടെ 3 കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1 ഞാൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഓൾ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ JPG ഓപ്ഷൻസ് കാണാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് കളർ മോഡാണ്. ഓൾറെഡി നമ്മൾ കളർ മോഡ് പഠിച്ചു കഴിഞ്ഞു, RGB CMYK എന്നുള്ളത്. ഇപ്പോൾ പ്രിൻറ്റിംഗ് പർപ്പസിനാണെങ്കിൽ നമ്മൾ CMYKയിൽ കൊടുക്കുക, അതല്ലെങ്കിൽ RGB തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി അതല്ല, ഗ്രേ സ്കെയിൽ എന്നുള്ള 3ാമതൊരു ഓപ്ഷൻ കാണാം. ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡാണ്. അതായത് കളർ ഇല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലുള്ള ഒരു ഔട്ട്പുട്ട് മെത്തേഡാണ് ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ ക്വാളിറ്റിയൊക്കെ ഇവിടെ കൂട്ടി കൊടുക്കാം. ക്വാളിറ്റി കൂട്ടുന്നതിനനുസരിച്ച് ഫയൽ സൈസിൽ മാറ്റം വരും. പിന്നെ കാണുന്ന ഓപ്ഷൻസിലൊക്കെ ഇത് തൽക്കാലം ഡീഫോൾട്ടായിട്ട് തന്നെ കൊടുത്താൽ മതി. ബേസ് ലൈൻ സ്റ്റാൻഡേർഡ് ആണ്. നെക്സ്റ്റ് റെസൊല്യൂഷൻ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നോർമൽ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 72 ആണ്. ഇനി അതല്ല ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള 300ലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. റെസൊല്യൂഷനെ കുറിച്ചൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. വെക്ടർ ബേസ്ഡും റാസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയ സമയത്ത്. അപ്പോൾ ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ബാക്കി റെസൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് JPG ഓപ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാം ക്ലിയർ ആയതിനു ശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഡെസ്ക്ടോപ്പിൽ നമുക്ക് വന്നാൽ കാണാൻ സാധിക്കും AI ഡ്രോയിങ്സ് എന്നുള്ള പേരിൽ .jpg ഫോർമാറ്റിലുള്ള ഒരു ഫയൽ. ഞാൻ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ വെക്ടർ ഫോർമാറ്റിലുള്ള ഇല്ലസ്ട്രേറ്റർ ഫയൽ ഇമേജ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇമേജ് ഫോർമാറ്റിൽ. ഇതിനെ നിങ്ങൾക്ക് ഇനി മൊബൈലിലേക്കോ മറ്റേത് ഡിവൈസിലേക്കോ വേണമെങ്കിലും കോപ്പി ചെയ്തെടുക്കാം, അതിലൂടെയൊക്കെ വ്യൂ ചെയ്യാനും സാധിക്കും. ഇനി നെക്സ്റ്റ് JPGൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് വേണമെങ്കിൽ PSD ഫോർമാറ്റിലേക്ക് ഇതിനെ ഔട്ട് എടുക്കാം. PSD എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൻ്റെ എക്സ്റ്റൻഷൻ ഫോർമാറ്റാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ PSD സെലക്ട് ചെയ്യാം. ഇല്ലസ്ട്രേറ്റർ ചെയ്ത ഒരു വർക്കിനെ PSD ഫോർമാറ്റായിട്ട് ഔട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലെ ലെയർ ബൈ ലെയർ ആയിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് ശരിക്കും ഫോട്ടോഷോപ്പ് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഷോപ്പിൻ്റെ ക്ലാസ്സിൽ ആ ഒരു സെഗ്മെൻറ്റ് എത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ദെൻ നെക്സ്റ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഫോർമാറ്റാണ് PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ശരിക്കും JPEG പോലത്തെ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമ്മൾ PNGയിലും കാണുന്നത്. പക്ഷേ JPEGനേക്കാളും കുറച്ചും കൂടി ഡെപ്ത് കൂടിയ ഒരു ഫോർമാറ്റാണ് PNG. അപ്പോൾ PNG ആയിട്ട് ഔട്ട് എടുക്കുമ്പോഴും നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ആർട്ട് ബോർഡിലുള്ള കണ്ടൻസ് മാത്രം മതിയെങ്കിൽ ഇവിടെ യൂസ് ആർട്ട് ബോർഡ് കൊടുക്കുക, അതുപോലെ ആർട്ട് ബോർഡിൻ്റെ നമ്പേഴ്സ് കൊടുക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ PNG ഓപ്ഷൻസിലേക്ക് വരും. നേരത്തെ നമ്മൾ JPEG ഫോർമാറ്റിൽ കണ്ട റെസൊല്യൂഷൻ ഓപ്ഷൻസൊക്കെ ഇവിടെയും നമുക്ക് മാറ്റി കൊടുക്കാം. ഏത് റെസൊല്യൂഷനിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെയും ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പോകുന്ന ഒരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ശരിക്കും JPEG ഫോർമാറ്റിൽ നിന്ന് PNGനെ ഡിഫറൻ്റ് ആക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ചില കേസിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട, വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഫസ്റ്റ് വൺ കാണാം, ട്രാൻസ്പെറൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് നേരത്തെ നമ്മൾ JPEG ഫോർമാറ്റിൽ കണ്ട ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ വൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ. നേരെ മറിച്ച് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒബ്ജക്ട്സ് മാത്രമേ ക്യാൻവാസിൽ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ തംബ്നെയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും JPG ഉള്ളത് സാധാരണ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ്, PNG ഫോർമാറ്റ് വന്നത് വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫോട്ടോ വ്യൂവറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ആ വരച്ചിട്ടുള്ള ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആക്ച്വലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് PNG എന്ന് പറയുന്നത്. എക്സ്പോർട്ടിൽ എക്സ്പോർട്ട് ആസ് കൊടുക്കുക, അതിനുശേഷം PNG സെലക്ട് ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട 2 ഓപ്ഷൻസ്, ഒന്ന് JPEG ഫോർമാറ്റും മറ്റൊന്ന് PNGയും. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഫോട്ടോഷോപ്പ് പഠിക്കുകയാണെങ്കിൽ ആ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഫോർമാറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്, .pst എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയെടുക്കുക. മെയിനായിട്ട് നമ്മളിന്ന് പറഞ്ഞത് ഫയലിലെ സേവിങ് ഓപ്ഷനും അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് ഓപ്ഷനും. ഓക്കെ, സോ ഇന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സേവിങ് ഫോർമാറ്റുകളാണ്. സേവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് സേവ് ചെയ്യാം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് മെത്തേഡുകൾ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ഏതൊക്കെ ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഓരോ ഫോർമാറ്റിലും വരുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അതല്ലെങ്കിൽ F2 മീഡിയ ക്ലാസ് റൂം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിവേസ്, ഇല്ലുസ്ട്രേറ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.